സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ദൃഷ്ടിദോഷം എന്നുള്ളത്. അതല്ലെങ്കിൽ കണ്ണേറ് എന്ന് പറയും. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിനകം തന്നെ നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുമ്പോൾ നിരവധി ആൾക്കാർ പറയും ഇതൊരു അന്ധവിശ്വാസമാണ്, ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ നിരവധി ആൾക്കാർക്ക് അനുഭവയോഗ്യമായിട്ട് തന്നെ അവരതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് അന്ധവിശ്വാസമായിക്കൊള്ളട്ടെ, എന്നാൽ പോലും നിരവധി ആൾക്കാർ 100% അടിയുറച്ച് വിശ്വസിച്ചും കൊണ്ട് എനിക്കും അല്ലെങ്കിൽ എൻ്റെ വീടിന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മരത്തിന്, എൻ്റെ വീട്ടിലെ പശുക്കൾക്ക്, എൻ്റെ വീട്ടിലെ മൃഗങ്ങൾക്ക് ഇന്ന് ആൾ വന്ന് ഇന്ന് പറഞ്ഞതിന് ശേഷം നല്ലതുപോലെ മാവിൽ പൂവൊക്കെ ഉണ്ടായിരുന്നതാ, അവർ വന്ന് ആ മാവ് കണ്ടിട്ട് എത്രയാ പൂക്കൾ, എത്രയാ മാങ്ങ ഉണ്ടാവുക എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ ആ മാവിൽ മുഴുവൻ പൂവും കരിഞ്ഞു പോയി, ഒന്നിനും കൊള്ളാത്തതായി. അതുപോലെ വേറെ ചില ആൾക്കാർ പറയും വീട്ടിലിതാ ഇന്നലെ നോക്കുന്ന അവസരത്തിൽ ഇന്നലെയൊക്കെ പുതിയ പശുവിനെ വാങ്ങിച്ച് കൊണ്ടുവന്നതാ, 5 ലിറ്റർ പാല് കിട്ടിയതാ. ഇന്നലെ അതാ വടക്കേലെ അവർ വന്നിട്ട് പറഞ്ഞു, ഓ ഇത്രയും പാല് കിട്ടുന്നുണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്ര കിട്ടുന്നില്ല, ഇതെത്രയാ പാല് എന്ന് പറഞ്ഞതുള്ളതാ. ഇന്ന് നോക്കുമ്പോഴേക്കും 1.5 ലിറ്റർ പാലേ നമുക്കുള്ളൂ. അവരുടെ കണ്ണേർ ഫലിച്ചു, അല്ലെങ്കിൽ അവരുടെ കണ്ണേറാണ് ഇതിനെല്ലാം കാരണം, അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിദോഷമാണ് ഇതിന് കാരണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി കാര്യങ്ങൾക്ക് ഒരു വീട് ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ വീട് മറ്റൊരാൾ പണി പൂർത്തിയാകുന്നവരെ മറ്റൊരാൾ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി മൊത്തമായി മറച്ചും കൊണ്ട് വീട് നിർമ്മാണം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് തന്നെ ഈ വീട് നിർമ്മാണം നടക്കുന്ന അവിടെ എന്തെങ്കിലും കോലം കുത്തി വെച്ചിട്ട് ആ ദൃഷ്ടിദോഷത്തിന് പരിഹാരം, ആരെങ്കിലും ദൃഷ്ടി പതിയാതിരിക്കട്ടെ എന്നുള്ളതിനോട് ഒരു കോലത്തെ അവിടെ വെക്കാറുണ്ട്. ചില ആൾക്കാർ ഈ കോലത്തിന് പകരം ഈ കള്ളിമുള്ള് അതല്ലെങ്കിൽ കുമ്പളങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളും അത്തരത്തിൽ അവിടെ കെട്ടിവെക്കാറുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ ഇപ്പോൾ പ്രധാനമായി ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഓംകാരം, ഈ വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഓംകാരം വരച്ച് അതിന് ചുറ്റും നിരവധി വലയം ഇട്ടിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ ദൃഷ്ടി, ആൾക്കാർ ആരും കാണുന്നില്ല, ആ ദൃഷ്ടി അതിലേക്ക് പതിക്കണമെന്ന വിധത്തിൽ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടേതായിട്ടൊരു വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവസ്ഥർ പറയുന്നത് 100% കഴമ്പുണ്ട് എന്നാണ്. വിശ്വാസികളല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അനുഭവത്തിലൂടെ. പക്ഷെ ചില ആൾക്കാർ ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഈ കണ്ണേറിലും ദൃഷ്ടിദോഷത്തിലും എന്താണ് പരിഹാരം? അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടത്? നിരവധി തവണ നമുക്ക് ഇങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളിത് ചെയ്യേണ്ടത്? അന്ധവിശ്വാസം ആണെങ്കിൽ പോലും ചില ആൾക്കാർ അത് തള്ളിക്കളഞ്ഞാൽ പോലും ആധുനിക കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പലരും ഇതിന് പരിഹാരം ചെയ്യുന്നുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇത് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. നമുക്കറിയാം, ഒരു പുതിയൊരു വാഹനം നമ്മൾ വാങ്ങിച്ചു. പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മുന്നിൽ ഈ ചെറുനാരങ്ങയും അതുപോലെ തന്നെ മുളകൊക്കെ ഒരു കമ്പിലൊക്കെ അല്ലെങ്കിൽ ഒരു കമ്പിയിൽ കെട്ടിയിട്ട് അത് വണ്ടിയിലൊക്കെ തൂക്കിയിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അതിന് പരിഹാരമാകും എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് മൃഗങ്ങളിലാവാം, വീടുകളിലാവാം. ഇനി ഒന്നും വേണ്ട, നമ്മുടെ വീടുകളിൽ ഒരു കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ,
ആ കുട്ടിക്ക് പോലും ഇത്തരത്തിൽ കണ്ണീർ കിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ദൃഷ്ടിദോഷം ബാധിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് പൊട്ടു തൊടുമ്പോൾ പോലും നേരം ഈ ഭ്രൂമധ്യത്തിൽ വെക്കാതെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പൊട്ടു തൊട്ട് കൊടുക്കുക. കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷത്തിൽ പെടരുത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കറുത്ത കൺമഷി കൊണ്ടാണ് അങ്ങനെ പൊട്ടു തൊടുക. അതുപോലെ അവർക്ക് കരിവള ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെതാണ്. അതുപോലെ തന്നെ ഇതേ കുട്ടികളുടെ കയ്യിൽ ഈ പാണലില എന്ന് പറയുന്നൊരു ഇലയുണ്ട്. ആ ഇലയും അവർ കുട്ടിയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വെക്കും. ഇനി ഇതൊന്നുമല്ല, ദൃഷ്ടിദോഷം പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗർഭിണികൾക്കും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ചില ചടങ്ങുകൾ. ഗർഭിണികൾ എവിടെയെങ്കിലും ഒരു സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു ആണി, ആ ദൃഷ്ടിദോഷം അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, ആരൊന്നും ഒരു ദോഷവും അവർക്ക് ബാധിക്കാതിരിക്കാൻ ഒരു ആണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാണലിലയോ അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ പഴയ ആൾക്കാർ പറയും ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇതിന് ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യുന്നുമുണ്ട്. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ദൃഷ്ടിദോഷം ബാധിക്കുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാവർക്കും ദൃഷ്ടിദോഷം പെട്ടെന്ന് ബാധിക്കില്ല, എന്നാൽ ചില നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം ബാധിക്കും. അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സ്ഥലത്ത് പോയി ഒന്ന് നല്ല വൃത്തിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് പോയാൽ മതി. അണിഞ്ഞൊരുങ്ങി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ തരക്കേടുള്ള നല്ല സുന്ദരി ആയിട്ടുണ്ട്, അല്ല സുന്ദരനായിട്ടുണ്ട്, ഇന്ന് എന്താണ് ഇത്ര വലിയ ഇത്, ഇന്നെല്ലാവരും അണിഞ്ഞൊരുങ്ങിയിട്ട് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന പോലെ തന്നെ അവർക്ക് ആ ദൃഷ്ടിദോഷം പെട്ടുപോകുന്നത് കാണാൻ പറ്റും. അത് ചില നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നു എന്നർത്ഥം. ചെറിയ കുട്ടികളുടെതൊക്കെ ഓമനത്വമുള്ള ഭംഗിയുള്ള മുടി അല്ലെങ്കിൽ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് എളുപ്പത്തിൽ ഈ കണ്ണീർ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണീർ ഇപ്പം നമ്മൾക്ക് അങ്ങനെ ബാധിക്കുന്നില്ലായിരിക്കും. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അച്ഛനും ഒരമ്മയും ഒരു മക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുന്നു, ഒന്നിച്ച് ചിരിച്ചു ഒന്നിരിക്കട്ടെ, ഉടനെ തന്നെ ചില ആൾക്കാർ പറയും അവിടെ ഇപ്പം ഗംഭീര സന്തോഷം, അവർക്കല്ല എന്നാ ബുദ്ധിമുട്ട്, അവർക്ക് എപ്പോഴും സന്തോഷമല്ലേ എന്ന് പറയും. പിറ്റേന്ന് മുതൽ അവിടെ ദുരിതം തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും നല്ല, ചില ആൾക്കാരുടെ വിശ്വാസം അങ്ങനെയാണ്, പിറ്റേന്ന് മുതൽ ഒരു ദുരിതം. അവർ വന്നിട്ട് ഇത് കണ്ടുപോയതിന് ശേഷം ഇവിടെ രോഗം ഒഴിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനുശേഷം അവർ തമ്മിൽ കലഹമാണ് എന്നൊക്കെ പറയാറുണ്ട്. ചില ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കട്ടെ, ആ ബിസിനസ് തുടങ്ങിയിട്ട് ആ തിരക്കേടില്ലാതെ എങ്ങനെയോ കടമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അതൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴായിരിക്കും പറയുക ബിസിനസ്സെല്ലാം നല്ല രീതിയിലായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, അതൊരു ദൃഷ്ടിദോഷമായിട്ട് ചില ആൾക്കാർ കണക്കാക്കുന്നു. അതോടുകൂടി അവർ തൊടുന്നതെല്ലാം നഷ്ടത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഒരു പശുവിനെ വാങ്ങിച്ചു തിരിക്കട്ടെ, ഒരു വീട് വെച്ചിരിക്കും, എത്ര നല്ല വീടായത്, എന്നാ വലിപ്പം, തീർന്നു. പിന്നെ വീടിൻ്റെ പണി അങ്ങോട്ട് നീങ്ങുന്ന കാണില്ല. പല ആൾക്കാരുടെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്, അല്ല യാഥാർത്ഥ്യം. ഇനി വെള്ളയും ഉടുത്ത് നല്ല വസ്ത്രത്തോടു കൂടി പോവുകയാണ്, അല്ലെങ്കിൽ നല്ല സാരി ഉടുത്ത് പോകുന്നു, അല്ലെങ്കിൽ നല്ല ചുരിദാർ ഇട്ടിട്ട് പോകുന്നു, അപ്പോഴും പറയും നിങ്ങൾക്കെന്താ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എവിടേക്കാണ് ഇത്ര അണിഞ്ഞൊരുങ്ങിയിട്ട് പോകുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ദൃഷ്ടിദോഷം സംഭവിക്കാവുന്ന ചില ആൾക്കാരുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് അത്തം നക്ഷത്രം. ഈ അത്തം നക്ഷത്രക്കാർക്ക് ഇതുപോലെ പെട്ടെന്ന് ഈ ദൃഷ്ടിദോഷം ആരെന്തെങ്കിലും പറഞ്ഞാലും അവരെ പെട്ടെന്ന് ബാധിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. പിന്നെ അത്തം മാത്രമല്ലേ, അതിനോടൊപ്പം തന്നെ ചിത്തിര നക്ഷത്രം ഇതേ ഗണത്തിൽപ്പെട്ടതാണ്, അശ്വതി നക്ഷത്രം ഇതേ ഗണത്തിൽപ്പെട്ടതാണ്, രോഹിണി ഇതേ ഗണത്തിൽപ്പെട്ടതാണ്, രേവതി, വിശാഖം, ചോതി, ഉത്രട്ടാതി, ചതയം, മൂലം തുടങ്ങിയ നക്ഷത്രങ്ങൾക്കെല്ലാം തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ കണ്ണീർ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം വന്ന് പതിക്കാറുണ്ട് ഈ നക്ഷത്രക്കാർ. അപ്പോൾ അവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിലുള്ള അവർ പരിഹാര മാർഗ്ഗം പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ അതിന് വേണ്ടി പരിഹാരം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊന്നും 5 പൈസ നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് പൂജയോ മറ്റ് കർമ്മങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ദൃഷ്ടിദോഷം സംഭവിക്കുന്നത്? നമുക്കൊന്ന് ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരാണി എടുക്കുക. ഈ ആണി നിങ്ങളുടെ നെറ്റിയുടെ അടുത്തായിട്ട് പിടിക്കുക, കണ്ണിൻ്റെയും നെറ്റിയുടെ ഇടയിലായിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കണ്ണുകൊണ്ട് ആ ആണിയുടെ പിന്നെ മൂർച്ചയുള്ള ആ ഭാഗത്തേക്കൊന്ന് നോക്കുക. എത്ര സമയം നമുക്ക് നോക്കാൻ പറ്റും?
നിശ്ചിത സമയം നമുക്ക് തലവേദന എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ആണിന്ന് വേണ്ട നമ്മളൊരു വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ നെറ്റിയുടെ ഭ്രൂമധ്യത്തിന് ലെവലായിട്ട് ഈ വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് വെക്കുക. എന്നിട്ട് കണ്ണുകൊണ്ട് അവിടെ നോക്കുക. മാക്സിമം പോയി 1 മിനിറ്റൊന്നും നോക്കാൻ കഴിയില്ല, അപ്പോഴൊക്കെ നമുക്ക് കണ്ണും തലയൊക്കെ ആകെ പോകുകയും. അപ്പം ഇത് നമ്മുടെ നേർക്കാണ് ചൂണ്ടുന്നത്. അപ്പം ആ ദൃഷ്ടി നമ്മളിലേക്ക് പതിക്കുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചില ആൾക്കാർ കണ്ണുകൊണ്ട് നമ്മളിലേക്ക് ആഴത്തിലേക്ക് നോക്കുവാണ്, നമ്മുടെ വ്യക്തിത്വത്തിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മരങ്ങളാവട്ടെ, അല്ലെങ്കിൽ വീടുകളാവട്ടെ, എന്താണോ ഉള്ളത് അതിലേക്ക് അവരുടെ അങ്ങോട്ട് പോവുകയാണ്. അവരുടെ ദൃഷ്ടി അത്രയും കൂർപ്പിച്ച് അതിലേക്ക് പോകുന്നു. അപ്പോൾ അതോടുകൂടി എന്തായി, ഇവർക്ക് അത് ബാധിക്കുന്നു. നമുക്ക് നമ്മുടെ വിരൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ അവരുടെ ദൃഷ്ടി അവരുടെ പൂർണ്ണമായിട്ട് അവരുടെ ശ്രദ്ധ ഇതിലേക്ക് പതിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഈ ദോഷത്തെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 100% പരിഹാരമുണ്ട്. ആരും തന്നെ ഈ ഒരു കാര്യത്തിൽ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വെച്ചാൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന് പരിഹാരമായിട്ട്. അതിന് ഏറ്റവും നല്ല പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേവീക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന കുങ്കുമം. ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാരുണ്ടല്ലോ, അവരെപ്പോഴും ഈ കുങ്കുമം ധരിക്കുന്നത് വളരെ നല്ലതാണ്. അവരെന്നല്ല, എല്ലാവരും. കാരണം നമ്മളിലേക്ക് അവർ ദൃഷ്ടിദോഷം അയക്കുമ്പോൾ ആദ്യം അവരുടെ ശ്രദ്ധ ചെന്ന് ചേരുന്നത് ഈ കുങ്കുമത്തിലേക്കാണ്, മറ്റൊന്നിലേക്ക് പോവില്ല. കുങ്കുമം പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ ദുർഗാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന ആ കുങ്കുമം നമ്മൾ കുറച്ച് വലിപ്പത്തിൽ നമ്മൾ വെക്കുക. ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ ഈ സീമന്തത്തിലൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ടല്ലോ, ഏറ്റവും ഉത്തമം. അവരുടെ ഒരു തരത്തിലുള്ള ദോഷവും തട്ടില്ല. ഈ സീമന്തത്തിൽ കുങ്കുമം തൊടുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിലൊന്നിതാണ്. കാരണം സീമന്തത്തിൽ നമ്മൾ ആ നല്ല വിസ്തരിച്ച് നല്ല ചുവന്ന കുങ്കുമം അവിടെ തൊടുന്ന അവസരത്തിൽ ഒരാൾ ഈ പെൺകുട്ടിയിലേക്ക് നോക്കുമ്പോൾ ആദ്യം ചെന്ന് പതിക്കുന്നത് ഈ കുങ്കുമത്തിലേക്കാണ്. അതിനുശേഷമാണ് അവരുടെ മറ്റുള്ള ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ദൃഷ്ടിദോഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളെന്ത് വേണം, ഈ കുങ്കുമം നമ്മൾ എപ്പോഴും ധരിക്കാൻ വേണ്ടി നോക്കുന്നത് നല്ലതാണ്. അത് എല്ലാവർക്കും, പുരുഷനായാലും സ്ത്രീ ആയാലും എപ്പോഴും ഈ കുങ്കുമം ധരിക്കുന്നത് നല്ലതാണ്. എന്നിട്ടോ ഇതിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മന്ത്രം പറയാം. ആ മന്ത്രം നിങ്ങൾ ചൊല്ലുക. അത് 108 ആവർത്തി. ഈ 108 ആവർത്തി നിങ്ങൾ ആ മന്ത്രം ജപിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളിൽ പതിച്ചിട്ടുള്ള ഈ ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും മാറും. ഞാൻ ഏതായാലും ആ മന്ത്രം ഇവിടെ താഴെ എഴുതിയിടാം. നിങ്ങളത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക. വേണ്ടുന്നവരൊന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് അത് ചൊല്ലാവുന്നതാണ്. 108 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ദുർഗാമാതാവിൻ്റെ മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ ചൊല്ലുക. ഏതായാലും ആ മന്ത്രം നോക്കൂ എന്താണ് എന്ന്. ഓം ഹ്രീം ധും ദുർഗേ ഭഗവതി മനോഗൃഹ മന്മത മദജിഹ്വാ പിശാചീരുത് സാധയോത്സാധയ ഹിതദൃഷ്ടി അഹിതദൃഷ്ടി പരദൃഷ്ടി സർപ്പദൃഷ്ടി സർവദൃഷ്ടി വിഷം നാശയ ഹും ഫട്ട് സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് 108 ആവർത്തി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ കാലാകാലങ്ങളിൽ മുത്തശ്ശിമാർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടി നമ്മൾ ചെയ്യാം. എല്ലാവർക്കും ഇങ്ങനെ 108 ആവർത്തി നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്നാൽ അതല്ലാതെ തന്നെ മറ്റു നിരവധി കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൃഷ്ടിദോഷം എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഈ പറയുന്ന കടുക്, അതുപോലെ വറ്റൽമുളക്, ചുവന്ന മുളകുണ്ടല്ലോ, നമ്മൾ കറിക്കൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മുളക് പൊടിക്കാൻ, അതിലുള്ള വറ്റൽമുളക്, ഉപ്പ്, ഈ 3 വസ്തുക്കൾ നമുക്കെടുക്കാം. ഇനി ഈ 3 വസ്തു അല്ലെങ്കിൽ മറ്റൊരു 3 വസ്തു ഉണ്ട്. അതെന്താണ്? കുരുമുളക്, ചൂലിൻ്റെ ഈർക്കൽ, അതുപോലെ ഉപ്പ്. ഈ 3 സാധനം
അപ്പോൾ ഞാൻ രണ്ട് ഇതിൽ പറഞ്ഞു. ഒന്ന് കുരുമുളകും ചൂലിൻ്റെ ഈർക്കലും ഉപ്പും, മറ്റൊന്ന് കടുക് വറ്റൽമുളക് ഉപ്പ്. ഇതിലേതെങ്കിലും 3 സാധനം എടുക്കുക. എന്നിട്ടോ ആർക്കാണോ ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുള്ളത് അവരെ നേരെ കിഴക്കോട്ട് നോക്കി നിൽക്കാൻ വേണ്ടി പറയുക, അവരോട് അങ്ങോട്ട് തിരിച്ച് നിർത്തുക. എന്നിട്ടോ ഈ സാധനം എടുത്തിട്ട് ഈ പറയുന്ന ദൃഷ്ടിദോഷം സംഭവിച്ച ആളും അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ, അവർ നമ്മുടെ വീട്ടിലുള്ള അമ്മയോ അച്ഛനോ ആരെങ്കിലും ആവട്ടെ, അവർ ഈ സാധനം എടുത്ത് പരസ്പരം മിണ്ടാൻ പാടില്ല, ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഈ പറയുന്ന ആളെ കിഴക്കോട്ട് നിർത്തിയിട്ടുണ്ടല്ലോ അവരെ ഒന്ന് ഒഴിയണം. മൊത്തമായിട്ട് അടി മുതൽ മേൽഭാഗം വരെ ഒന്ന് ഒഴിയുക. ഈ ഒഴിയുന്ന അവസരത്തിൽ ഇവർ മനസ്സിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഓം നമഃ ശിവായ എന്ന്. എത്ര തവണ? ഒന്നുകിൽ 3 തവണ, അല്ലെങ്കിൽ 5 തവണ, അല്ലെങ്കിൽ 7 തവണ, എത്ര വേണമെങ്കിലും ഈ തരത്തിൽ നിങ്ങളൊന്ന് ഒഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് വേണം? ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ അടുപ്പുണ്ടാവുമല്ലോ, അടുപ്പിൽ ഒരു തീ കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കടലാസ് കത്തിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കത്തിച്ചിട്ട് ഈ സാധനം അതിൽ കൊണ്ടുപോയി അങ്ങോട്ട് നിക്ഷേപിക്കാം. അപ്പോൾ അതിൽ ഈ പറയുന്ന ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞല്ലോ, അതിന് തീവ്രത കൂടുതലായിരിക്കും. ചില ആൾക്കാരുടെ ദൃഷ്ടിദോഷം അസാമാന്യം പവറുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഈ ഇതിലിടുമ്പോൾ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന പറയുന്നത്. അതുപോലെ ഈ മുളക് കരിയുമ്പൊരു മണം വരാനുണ്ട്. അത് മണമൊന്നുമില്ല എങ്കിൽ അവരുടെ ദൃഷ്ടിദോഷം പോയിട്ടില്ല എന്നുള്ളവർ ചിന്തിക്കാറുണ്ട്. പക്ഷെ നല്ല മണമുണ്ടെങ്കിൽ അവരുടെ ദൃഷ്ടിദോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ടും പോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ദൃഷ്ടിദോഷം ഉണ്ടെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിച്ച് നല്ലപോലെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കാം. ചില ആൾക്കാരുടെ ദൃഷ്ടിദോഷം കൊണ്ട് പനി പോലുള്ള ഇത് വരും, പനിയും ശരീര തളർച്ചയും ആകെ തളർന്ന് അവശരാകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്താണ്? അഗ്നിയുമായിട്ടുള്ള ബന്ധം നോക്കണം. നമുക്കറിയാം എല്ലാ കാര്യങ്ങളെയും ശുദ്ധമാക്കുന്നത് എന്താണ്? അഗ്നിയാണ്. എന്തിനേയും ശുദ്ധമാക്കാൻ കഴിവുള്ളതാണ് അഗ്നി. അപ്പോൾ നമ്മുടെ ദോഷങ്ങളെ, ആ ദൃഷ്ടിദോഷങ്ങളെയാണ് ഇവിടെ പറയുന്ന കടുക് വറ്റൽമുളക് ചൂല്, അല്ലെങ്കിൽ ഈ പറയുന്ന ചൂലിൻ്റെതായാലും ഉപ്പായാലും കുരുമുളകൊക്കെ ആയാലും അതിനെ ആ ദൃഷ്ടിദോഷമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ ആ ദൃഷ്ടിദോഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ നിക്ഷേപിച്ചും കൊണ്ട് നമ്മുടെ സകല ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഈ പറയുന്ന ചടങ്ങിൻ്റെ സങ്കല്പം. ഇനി ഇത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ചില ആൾക്കാരുടെ ഇത് വളരെ ശക്തമായിട്ടുള്ള കണ്ണീർ ഉണ്ടാവും, ദൃഷ്ടിദോഷം. അപ്പോൾ അങ്ങനെയുള്ളത് ചില ആളുകൾക്ക് അത്രയും ഭയങ്കരമായിട്ടുള്ള ഇത് ഉണ്ടെങ്കിൽ അതിന് വളരെ ശക്തമായിട്ടുള്ള തന്നെ ഒരു കർമ്മമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് താങ്ങാവുന്നതിലേറെയുള്ള ചില ആൾക്കാരുടെ ദൃഷ്ടിദോഷം വളരെ അസാമാന്യ ശക്തിയുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പതിക്കുകയാണ്, നമുക്ക് താങ്ങാവുന്ന തരം ശരീരമൊക്കെ തളർന്നു പോകുന്ന തരത്തിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും. നല്ല ആരോഗ്യവാനായ ആളാണ്, എന്താ അവൻ്റെ ഒരു ആരോഗ്യം എന്നൊക്കെ പറഞ്ഞു തിരിക്കട്ടെ, അല്ലെങ്കിൽ എന്താ അവൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു തിരിക്കട്ടെ, അവരോടുകൂടി ചില ആൾക്കാരുടെ മൊത്തം ഐശ്വര്യം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഗുണം അങ്ങോട്ട് നശിച്ച് അവൻ അവശനായി തീരുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇതിന് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് ഇതാണ്. നല്ല പവറുള്ളതാണ്, ഹൈ പവറുള്ള സംഭവമാണ്. അപ്പോൾ ആ പവർ നമുക്ക് അങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്താൽ മതി. ചെയ്തിട്ട് അബദ്ധമൊന്നും ആവില്ല, ഒന്ന് ശ്രദ്ധിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ കർപ്പൂരം വേണം ഇതിന്, ഈ ചടങ്ങിന് പരിഹാരം. അതുപോലെ തന്നെ ഈ വെള്ള തുണി ഉണ്ടാവില്ല, അതിന് ചെറിയ ഒരു കഷ്ണം വെള്ളത്തുണി. അതുപോലെ തന്നെ കടുക് വേണം. കടുക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കടുക് വേണ്ടത്? നിങ്ങൾ 7 സ്ഥലത്തു നിന്നായിട്ട് അല്പം വീതം കടുക് ശേഖരിക്കണം. 7 വീടുകളിൽ നിന്നായിട്ടായാലും മതി, 7 കടകളിൽ നിന്നായിട്ടായാലും മതി, ഇനി കടകളിൽ നിന്നും വീടുകളിൽ നിന്നായിട്ടായാലും മതി. 7 സ്ഥലത്ത് നിന്നും കടുക് കൊണ്ടുവരണം. അത് 7 കിഴിയായിട്ട് വെക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? 7 വ്യത്യസ്തമായ തലത്തിൽ 7 പാത്രത്തിലായാലും മതി, കുറച്ച് മതി. ഒരു പിടി കടുക് വേണ്ടത്, ഒരു നുള്ളു കടുകയെ വേണ്ടു എന്നർത്ഥം എല്ലാ സ്ഥലത്തും. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെന്ത് വേണം? ഈ പറയുന്ന വ്യക്തിയെ നേരെ ഈ ദൃഷ്ടിദോഷം മാറണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ദൃഷ്ടിദോഷമുള്ള ആൾക്കാരെ, ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ചടങ്ങ് ചെയ്യണമെങ്കിൽ ശനിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കണം. ശിവഭഗവാന്റെ ഏറ്റവും സംഹാര മൂർത്തിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ദൃഷ്ടിദോഷത്തെ സംഹരിക്കാനുള്ള ആൾ എന്ന രീതിയിൽ ശിവഭഗവാന്റെ പ്രധാനമായിട്ട് ശനിയാഴ്ച ദിവസമാണ് ഈ ദിവസം തിരഞ്ഞെടുക്കുക. അപ്പോൾ ശനിയാഴ്ച ദിവസം അതിൻ്റെ സമയമുണ്ട്, ഏതെങ്കിലും സമയത്ത് ചെയ്യാതെ പറ്റില്ല. രാത്രി 10-നും 12-നും ഇടയിലാണ് ഈ ഒരു സംഭവം ചെയ്യേണ്ടത്.
നമ്മൾ കടുകും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചു. പക്ഷേ ചടങ്ങ് ചെയ്യണമെങ്കിൽ ശനിയാഴ്ച ദിവസം രാത്രി 10-നും 12-നും ഇടയിലുള്ള സമയത്ത് എന്ത് വേണം, ഈ 7 സ്ഥലത്തായിട്ട് നമ്മളിത് വെച്ചില്ലേ, കടുക് വെച്ചില്ലേ, അതിൽ ഓരോന്നിൽ നിന്നും 7 എണ്ണം വീതം എടുത്തിട്ട് മാറ്റി വെക്കാം. 7 എണ്ണം വീതം ഓരോന്നും. അപ്പോൾ ഒരു ഇതിൽ നിന്ന് 7 എടുത്തു, മറ്റൊന്നിൽ നിന്ന് 7 എടുത്തു, മറ്റൊന്നിൽ നിന്ന് 7 എടുത്തു. അപ്പം മൊത്തത്തിൽ 7 49 എണ്ണം ഉണ്ടാകും. അത് 7 എണ്ണമായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന 7 എണ്ണത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം, 7 ചെറിയ കിഴിയാക്കുക. ചെറിയ ഇത് 7 കടുകെട്ടിട്ട് ഒരു കിഴി, 7 കടുകെട്ടിട്ട് ഒരു കിഴി, അങ്ങനെ ചെയ്യുക. എന്നിട്ടോ ഈ ദൃഷ്ടിദോഷം സംഭവിച്ച ആളുണ്ടല്ലോ, എനിക്കാണ് സംഭവിച്ചെങ്കിൽ ഞാൻ ഇതൊരാൾ ചെയ്തു കൊടുക്കുന്നു, അയാൾ നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുക. എന്നിട്ട് ഈ പറയുന്ന കിഴി മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. ആരെ പ്രാർത്ഥിക്കണം? നമ്മുടെ കുടുംബദേവതയെ. നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. അമ്മേ അല്ലെങ്കിൽ ദേവി, എൻ്റെ സകല ദൃഷ്ടിദോഷങ്ങളും മാറ്റിത്തരണേ എന്ന് ആദ്യം ആ അമ്മയോട് പ്രാർത്ഥിക്കുക. ആ അമ്മയാണ് ആദ്യം നമ്മൾ തൊഴേണ്ടത്, കുടുംബദേവതയാണ്. അതിനുശേഷം ഇഷ്ടദേവതയുണ്ടാവും. ചിലപ്പോൾ കുടുംബദേവത തന്നെയായിരിക്കും ഇഷ്ടദേവത ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഗ്രാമക്ഷേത്രം ഉണ്ടാവും, അവിടുത്തെ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം കൃത്യമായിട്ട് പറയണം. ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ്, ഇതിങ്ങനെ 2 പേരും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം, ഇത് നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഈശാനുകോണിലേക്ക് പോകണം. എന്താ ഈശാനുകോണ്? നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയുള്ള ആ സ്ഥലത്ത്, വീടിൻ്റെ വെളിയിലാണ്, ആ ഭാഗത്ത് നമ്മൾ പോകണം. എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടെ ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ ഒന്ന് കർപ്പൂരം കത്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കർപ്പൂരം കൊണ്ടുവരുന്നത്. ആ കർപ്പൂരം കത്തിച്ചിട്ട് ഈ കൊണ്ടുവന്ന കിഴികൾ മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിങ്ങനെ കത്തിത്തീരുവോളം നമ്മൾ അവിടെ നിൽക്കുക. കത്തിത്തീരുവോളം അവിടെ നിൽക്കണം. ഇവിടെ ഇതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഈ കിഴി കെട്ടിക്കഴിഞ്ഞാൽ, ഈ കിഴി കെട്ടിയല്ലോ, കിഴി കെട്ടിയിട്ട് ഈ കിഴി എന്ത് വേണമെന്നറിയോ? ഇദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് മുമ്പായിട്ട് വേറൊരാളാണല്ലോ ഈ കിഴിയെല്ലാം കെട്ടുന്നത്. അവർ ഈ വ്യക്തി അവിടെ ഇരുന്നിട്ടുണ്ടാവും കിഴക്കോട്ട് നോക്കിയിട്ട്. ആ 7 കിഴികളും എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് ഒഴിയണം. നേരത്തെ പറഞ്ഞ പോലെ അല്ല ഇവിടെ ചെയ്യേണ്ടത്, 7 തവണയാണ് കിഴിയേണ്ടത്. ഈ 7 കിഴിയും എടുത്തിട്ട് 7 തവണ ഒഴിയണം. 7 കിഴി എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്. ഓരോ സ്ഥലത്ത് നിന്നും 7 സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന കടുകാണ്. അതിനകത്ത് നിന്ന് 7 എണ്ണം എടുത്തിട്ട് 7 കിഴിയാക്കി ഇതെല്ലാം എടുത്തിട്ട് ഒന്നിച്ചെടുത്തിട്ട് ഈ ആളെ 7 വട്ടം നമ്മളൊന്ന് ഒഴിയണം. അതിനുശേഷമാണ് നമ്മൾ അദ്ദേഹത്തിന് ഈ കിഴി കൊടുക്കേണ്ടത്. ഈ കിഴി കൊടുത്തിട്ട് അദ്ദേഹമാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹം പിന്നെ അത് കൈമാറാൻ പാടില്ല. നേരെ ഈശാനുകോണിൽ വടക്ക് കിഴക്കേ മൂലക്ക് പോയിട്ട് അവിടെ കർപ്പൂരം കത്തിച്ച് അതിലേക്ക് ഇതങ്ങോട്ട് ഇടും. ഇത് അവിടെ ഇട്ടിട്ടാകുമ്പം അതിങ്ങനെ കത്തിത്തീരുവോളം, പൂർണ്ണമായിട്ടും കത്തിത്തീരുവോളം നമ്മൾ അവിടെ നിൽക്കണം. ഇതിന് ശേഷം നമ്മൾ ദേഹശുദ്ധി വരുത്തണം. പറ്റുമെങ്കിൽ കുളിക്കുക, അതല്ലെങ്കിൽ കാലും മുഖവും കഴുകിയിട്ട് വീടിനകത്ത് കയറുക. അതോടുകൂടി എത്ര ശക്തമായിട്ടുള്ള കണ്ണേറായാലും എത്ര ശക്തമായിട്ടുള്ള ദൃഷ്ടിദോഷമായാലും അത് ഇല്ലാതാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇതേപോലെ ദൃഷ്ടിദോഷം ഇടയ്ക്കിടയ്ക്കേ സംഭവിക്കുന്നിരിക്കട്ടെ, ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് നക്ഷത്രങ്ങൾ, ആ നക്ഷത്രക്കാർക്ക് ഇത് ഇടയ്ക്കിടയ്ക്കേ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കാരണം ദിവസം ദുരിതം വരുമ്പോൾ നമുക്ക് ദിവസം ഇത് ചെയ്യാൻ കഴിയുന്നു വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് അവിടെ മുള നട്ട് ഒരു മുള ചെടി നട്ട് വളർത്തുക. അത് നമ്മൾക്ക് ഇതിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ് പറയുന്നത്. അത് കൂടാതെ അങ്ങനെ മുള നട്ട് വളർത്താൻ സാഹചര്യമില്ലാത്ത ആളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഈശാനുകോണ് വടക്ക് കിഴക്കേ ആ മൂലയുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും മരമോ ചെടികളോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു വെറ്റില എന്നറിയില്ല, താമ്പൂലം, ആ വെറ്റിലക്കൊടി നമ്മളവിടെ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിലും നമ്മൾക്ക് അതിൽ നിന്നും രക്ഷയുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു കുങ്കുമം, ദേവീക്ഷേത്രത്തിൽ നിന്ന് വന്ന കുങ്കുമം സ്ഥിരമായിട്ട് ധരിക്കാം. അതുപോലെ രുദ്രാക്ഷം, ഇപ്പോൾ എൻ്റെ ഈ കഴുത്തിലുള്ള മാല രുദ്രാക്ഷമാണ്. ഇത് ചെറിയ രുദ്രാക്ഷമാണ്, അതുപോലെ ഇത് വലിയ രുദ്രാക്ഷമാണ്. അപ്പോൾ ഈ പരമാവധി വലിപ്പമുള്ള രുദ്രാക്ഷം കഴുത്തിലിട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി ധരിച്ച, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള
ദൃഷ്ടിദോഷവും സംഭവിക്കില്ല എന്നൊരു വിശ്വാസവുമുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ ഓംകാരത്തിൻ്റെ മുദ്രയുള്ള ലോക്കറ്റ്, പലതരത്തിലുള്ള മാലയിടുമ്പോൾ ഓംകാരത്തിൻ്റെ മുദ്രയുള്ള ലോക്കറ്റ്, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ചിത്രമുള്ള ലോക്കറ്റ്, ഹനുമാൻ സ്വാമിയുടെ രൂപമുള്ള ലോക്കറ്റ്, ഇതും വളരെ ഉപകാരപ്രദമാണ്. ഇനി നമ്മൾക്ക് വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പ് കത്തിക്കാനൊന്നും സൗകര്യമില്ലാത്ത സ്ഥലമാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ അടുപ്പുണ്ടാവില്ല, ചില വീടുകളിൽ നിന്ന് അടുപ്പില്ല, എല്ലാം ഗ്യാസാണ്. അപ്പോൾ നമ്മൾ എവിടെയിട്ട് കത്തിക്കും? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ദൃഷ്ടിദോഷം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ആൾക്കാർ ചെറിയ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിനകത്ത് നിറയെ ഉപ്പ് നമ്മളെപ്പോഴും കരുതി വെക്കണം. നമ്മളെ വീട്ടിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്ന ഒരു ഇത് കാരണം വെച്ചാൽ എന്താ പറയുക, നമുക്ക് പച്ചക്കറിയിലൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ നമ്മളത് ഉപ്പിട്ടിട്ടാണ് കഴുകുക. ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഉപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഗുണമാണെന്ന് പറയുന്നത്. അതുപോലെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഇല്ലാതാക്കുന്നതാണ് ഈ പറയുന്ന ഉപ്പ്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പല മുറികളിൽ ഈ പറയുന്ന ഒരു പാത്രത്തിൽ അത് നിറച്ചും, ചെറിയ പാത്രമായിക്കോട്ടെ, അതിൽ നിറച്ചും ഉപ്പ് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അടുപ്പിൽ തീ പറ്റിക്കാനൊന്നും അല്ലെങ്കിൽ തീയൊന്നും കൊടുക്കാനില്ല, അടുപ്പില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ കുറച്ച് ഉപ്പ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന വ്യക്തിയെ നമ്മളൊന്ന് ഒഴിയുക. ആ ഒഴിഞ്ഞതിന് ശേഷം എന്താണ്, ഇത് സന്ധ്യയ്ക്ക് ശേഷം മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് ഒരു വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ അത് അങ്ങോട്ട് അലിഞ്ഞില്ലാതാവും. ഈ അലിഞ്ഞില്ലാതാവുന്നതാണ് നേരത്തെ കത്തിയിട്ട് ഇല്ലാതാകുന്നത് പോലെ ഈ അലിഞ്ഞില്ലാതാകുന്നത് നമ്മുടെ ആ ദൃഷ്ടിദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതുമല്ല, വേറൊരു സംവിധാനമുണ്ട്. നിരവധി സമ്പ്രദായങ്ങളുണ്ട് ഇതിനെ. ഒരു വിളക്ക് തിരിയെടുക്കുക, അതിൽ നല്ലപോലെ എണ്ണ, എള്ളെണ്ണയാണേ, നല്ലെണ്ണ, അത് മുക്കിയെടുക്കുക. മുക്കിയെടുത്തിട്ട് നമ്മളത് നമ്മുടെ നിലവിളക്കിൽ നിന്ന് മറ്റും ഒന്ന് സന്ധ്യയ്ക്ക് ശേഷമാണല്ലോ തിരി കത്തിക്കുക. ഈ വ്യക്തി അത് എടുക്കണം. മുന്നിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വേണം, ആർക്കാണോ സംഭവിച്ചത് അവരാണ് ഇതെടുത്ത് പിടിക്കേണ്ടത്. എന്നിട്ട് ഇതിങ്ങനെ തീയുടെ നാളം മുകളിലേക്കാവുന്ന വിധത്തിൽ പിടിക്കുക. അണയുന്നുണ്ടെങ്കിൽ താഴ്ത്തി പിടിക്കണം, അല്ലാത്ത സമയത്ത് ഇങ്ങനെ മുകളിലിട്ടൊക്കെ പിടിക്കുക. അണയുമെന്ന് തോന്നുമ്പോൾ താഴ്ത്തി പിടിച്ചിട്ട് പിടിക്കണം അർത്ഥം. അങ്ങനെ ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കത്തുന്ന വിധത്തിൽ നമ്മൾ പിടിക്കുക. അവസാനം കൈ പൊള്ളുമെന്ന് കാണുമ്പോൾ നല്ല സാവധാനത്തിൽ താഴേക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുക. ഇതും അതിനുപയോഗിക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഇത് കൂടാതെയാണ് നല്ലതുപോലെ കൊച്ചു കുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അരത്തമൊഴിയുക എന്നൊരു ചടങ്ങും കൂടി നമ്മൾ ചെയ്യാറുണ്ട്. അത് അതിതീവ്രമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ അത്രയല്ല, അതിലല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകണം, ആ യാത്ര പോകുമ്പോൾ ദോഷം വരാൻ പാടില്ല. ആരെങ്കിലും ദൃഷ്ടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ യാത്ര തന്നെ മുടങ്ങിപ്പോകും എന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നല്ല കർമ്മം ചെയ്യാൻ വേണ്ടി പോവാണ്, അപ്പോൾ അതിനൊരു ദോഷം വരാതിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്പം ഒരു പാത്രത്തിൽ ഒരു ഉരുളി പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു വെള്ളം എടുക്കുക. അതിലല്പം നമ്മളെന്ത് വേണം, മഞ്ഞൾ ചേർക്കുക, മഞ്ഞൾപ്പൊടി, അല്പം ചുണ്ണാമ്പും ചേർക്കുക. അത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ അത് ചോരയുടെ കളറാണ്, രക്തത്തിൻ്റെ കളറാണ്. എന്നിട്ടോ ഒരു വിളക്ക് തിരി കത്തിച്ച് പിടിച്ച് ഇതെല്ലാം എടുത്തിട്ട് ഈ പറയുന്ന ആളെ അങ്ങോട്ടൊന്ന് ഒഴിയുക. മൊത്തത്തിൽ ഒഴിഞ്ഞിട്ട് ആ തിരി എന്ത് വേണം, ഇതേപോലെ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ കത്തിച്ച് പിടിച്ചിട്ട് തീരാനാവുമ്പോൾ ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ തന്നെ തേവിയിട്ട് പുറത്തേക്ക് കളഞ്ഞ് ആ പാത്രം അവിടെ കമിഴ്ത്തുക. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മഞ്ഞളും ഇതൊക്കെ എന്ന് പറയുന്നത് വിഷാംശമാണ്, അത് ഗുരുതിയാണ്. ഈ ഗുരുതി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന സകല ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന് കുങ്കുമം തൊട്ട് കൊടുത്തിട്ട് യാത്ര അയക്കുക. ഒരു ദൃഷ്ടിദോഷവും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് വേണം, ഇതൊക്കെ തന്നെ അന്ധവിശ്വാസമാണ് എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസികളായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അന്ധവിശ്വാസമാണ്, ഇത് അനാചാരമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടൂ. കാരണം ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാരണത്താൽ നിരവധി ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനുവേണ്ടി നിരവധി ആൾക്കാർ ജ്യോത്സ്യരത്ത് പോയിട്ടും ക്ഷേത്രങ്ങളിൽ പോയിട്ടും നിരവധി കാശ് മുടക്കിയിട്ട് എന്നിട്ടും ഒരു പരിഹാരമില്ലല്ലോ ഭഗവാനെ എന്ന് വിളിച്ച് മുറവിളി കൂട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു പരിഹാരമാണ് ഇത്.
പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചില നക്ഷത്രം, അതിൽ പ്രധാനമായിട്ടും അത്തം, ചിത്തിര, അശ്വതി, രോഹിണി, രേവതി, ചോതി, ചതയം, ഉത്രട്ടാതി, മൂലം തുടങ്ങിയ നക്ഷത്രക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ദൃഷ്ടിദോഷം സംഭവിക്കുന്നതുകൊണ്ട് അവർ മുൻകരുതൽ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഉറുപ്പിക ചിലവാക്കേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാം. പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു ദൃഷ്ടിദോഷം വന്നാൽ നമ്മൾ ഡോക്ടറത്ത് പോയിട്ടൊന്നും ഗുണം കിട്ടാറില്ല പല ആൾക്കാർക്കും. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ആൾക്കാർ എന്ത് വേണം, ഈ തരത്തിൽ ഈ ഒരു പൊടിക്കൈ ഒന്ന് ചെയ്തു നോക്കൂ. ഇത് നഷ്ടമൊന്നും വരാനില്ലല്ലോ. അപ്പോൾ നമുക്കതിന് പരിഹാരം കിട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഇതുപോലെ നിരവധി വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ചിന്തിക്കും പല ആൾക്കാർക്ക് അറിയില്ല. കാരണം ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ പരമാവധി എനിക്ക് തോന്നുന്നു വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ നിരവധി ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. ഒന്നും ടെൻഷൻ അടിക്കാനില്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് തൊടേ വേണ്ടു. ആ തൊടുന്ന അവസരത്തിൽ അവിടെ ഒരു മണിയുടെ ചിത്രം വന്നല്ലോ, അതും കൂടി തൊട്ട് കൊടുക്കുക. തീർന്നു. ഇനി എന്താണെന്നറിയോ, ഞാനിവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം നിങ്ങൾക്ക് മെസ്സേജായിട്ട് എത്തും. ഞാനിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ഇതാ ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, കാണൂ എന്ന് പറ്റി. അതുപോലെ ഇത്തരത്തിൽ നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ടാണ് സംസാരിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പ് നമ്പറിലേക്ക് അത് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് വാട്സപ്പ് നമ്പർ ഒന്നുകൂടി കാണും. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വോയിസ് മെസ്സേജായിട്ട് അയക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും അയക്കുക. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാനതിന് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.